ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ സ്റ്റുഡൻറ്റുമായിട്ടാണ് കേട്ടോ. നമ്മുടെ കാറ് പഠിക്കാനായിട്ട് എത്തിയ ഒരു പുതിയ വിദ്യാർത്ഥിയാണ്. പേര് സുബിന എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരിക്ക് കാറൊക്കെ നല്ല രീതിയിൽ പഠിച്ച് ഇവിടെ നിന്ന് തന്നെ ഹെച്ചൊക്കെ പ്രാക്ടീസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ലൈസൻസൊക്കെ എടുത്ത് പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹത്തോടു കൂടെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കാറിനെ കുറിച്ച് ബേസായിട്ട് എന്തെങ്കിലും അറിയാമോ? ഒന്നും അറിയില്ല. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ധാരണയുണ്ടോ? ഒരുപിടിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തരുന്നത് ഡെമോ ക്ലാസ് ആണ് കേട്ടോ. നമ്മളിവിടെ ആദ്യം വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത് ഡെമോ ക്ലാസ് ആണ്. ഡെമോ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാതൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഗിയർ സ്റ്റിക്കൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്, ആക്സിലേറ്റർ ഏതാണ്, ബ്രേക്ക് ഏതാണ്, ക്ലച്ച് ഏതാണ്, കേട്ടിട്ടുണ്ടല്ലോ ഈ വേർഡ്സൊക്കെ. ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെയൊക്കെ ഉപയോഗം എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ വാഹനത്തിന് കയറുന്നതിന് മുമ്പ് തൊട്ട്, അതായത് നമ്മൾ അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നോക്കണം. കാരണം കാറാണ്, അപ്പോൾ അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും കിടക്കാം, അപ്പോൾ അല്ലെങ്കിൽ കല്ലെന്തെങ്കിലും ഇരിക്കുക, അപ്പോൾ അതൊക്കെ നോക്കണം. അതെല്ലാം നമ്മൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വാഹനത്തിനുള്ളിൽ കയറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ സിഗ്നലുകളും കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. അതെല്ലാം എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ ഒരു ഡ്രൈവർക്ക് വേണ്ട ഏറ്റവും വലിയ സാധനം എന്ത് തന്നെയാണ്? ക്ഷമയാണ്. അതൊക്കെ അറിയാം കേട്ടോ. ഓക്കെ, ക്ഷമയാണ്. കാരണം ചിലപ്പോൾ ജസ്റ്റ് ഓട്ടിക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ വരാം, ചിലപ്പോൾ ടെൻഷനൊക്കെ തോന്നാം. ടെൻഷനൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. പിന്നെ ഇവിടെ എന്തായാലും ഇവിടെ പഠിപ്പിക്കുന്ന ആരും എന്ത് ചെയ്യില്ല, വഴക്കൊന്നും പറയില്ല. അതുകൊണ്ട് അത്യാവശ്യം കോമഡി ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇന്നിപ്പോൾ ഡെമോ ക്ലാസ് തരുന്ന നമ്മുടെ ജിജോ സാറായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബിലെ പ്രേക്ഷകരും മിക്കവാറും കാത്തിരിക്കുന്ന നമ്മുടെ ജിജോ ചേട്ടൻ്റെ വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ ജിജോ ചേട്ടനാണ് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുന്നത്, കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ജിജോ ചേട്ടൻ്റെ ഡെമോ ക്ലാസ്സിലോട്ട് പോകാം. അല്ല സുബിനെ കയറിക്കോ, ഇറങ്ങിയോ? ഇന്ന് തൊട്ട് ഡ്രൈവർ സീറ്റിലാണ്, അറിയില്ല, നാളെ വണ്ടി എടുത്ത് ഓട്ടിക്കേണ്ടതാണ്. അബദ്ധമൊന്നും കാണിച്ചു കളയിൽ. കയറിക്കോ, ഐശ്വര്യമായിട്ട് ഇടത് കാല് വെച്ച് വലത് കാല് വെച്ചൊന്ന് കയറിക്കളയിൽ. കയറിയല്ലോ. നമ്മൾ ഫസ്റ്റ് കാറ് കയറി കഴിഞ്ഞാൽ നമ്മൾ നോക്കിയോ സീറ്റ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. ഹാൻഡ് ബ്രേക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഡെമോ ഇല്ലേ, ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പം സീറ്റ് എങ്ങനെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് വീഡിയോ ഒക്കെ കണ്ടു കാണും, എങ്കിലും ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഒരു കൈ വലത് കൈ അത് തന്നെ സ്റ്റിയറിംഗിൽ പിടിച്ചോണം. ഇടത് കൈ കണ്ട ഈ സീറ്റിൻ്റെ താഴെ ഒരു കമ്പി കാണാമല്ലോ, അതിനാണ് അത് മുകളിലോട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു സപ്പോർട്ട്, കൈക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് വേണം ഫ്രണ്ടിലോട്ട് എന്ത് ചെയ്യാൻ. നീക്കാം, ഒന്ന് നോക്കിയേക്ക്, കണ്ടോ, ഫ്രണ്ടിലോട്ട് നീക്ക്, എന്നിട്ട് വിട്. അതിനെ ലോക്കായ വിടുക. വീണ്ടും ശാലം ബാക്കിലോട്ട് നീക്ക്, കണ്ടോ, വീണ്ടും ഫ്രണ്ടിലോട്ട് ഒരു 2-3 തവണ ഒന്ന് ചെയ്ത് നോക്ക്. മാക്സിമം ഫ്രണ്ട് പോട്ട്, എന്നിട്ട് വിടുക, ലോക്ക് വിടുക. അതിനെ വീണ്ടും ബാക്കിലോട്ട്. ഐഡിയ മനസ്സിലായില്ല? നമ്മളിനി അത് ഏതുവരെയാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നോക്കിയോ, അങ്ങറ്റം കാണുന്നതാണ് എന്തോന്ന്, ക്ലച്ച്. അതിനാ ഫുള്ളൊന്ന് ഇടതുകാലുണ്ട്, ഫുള്ള് ചവിട്ടിക്കുക, ഇടതുകാലുണ്ട് ചവിട്ട്, കണ്ടാ എത്തുന്നാണ്ട. അപ്പോൾ അത് നന്നായിട്ട് ചവിട്ടുന്ന രീതിക്ക് ഈ സീറ്റിനെ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്രണ്ടിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ശ്വാസം വിട്. അതന്നെ ഈശ്വരാ പോട്ട്. വീണ്ടും ബാക്കിലോട്ട് പോയി. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പിള്ളേർ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൊണ്ടിടിക്കും. പിന്നെ അവരെ വായിരിക്കണം, അത്രേ കേൾക്കും. ഇനി വിട്. ഇനി ഒരിക്കൽ കൂടെ ചവിട്ടി വെക്ക്, നന്നായിട്ട് ചവിട്ടണം. അല്പം കൂടെ ഫ്രണ്ടിലോട്ട് പോകും, ഒരല്പം കൂടെ പ്രസ് ചെയ്ത് നിൽക്ക്, വിട്. ഇനി ചവിട്ടി വെക്ക്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ. കണ്ടോ, മനസ്സിലായോ? നമ്മളെപ്പോഴും കാറ് കയറിയ ഉടനെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചോണം. ഒരു കൈ എപ്പോഴും സ്റ്റിയറിംഗിൽ കൈ ഒരു സപ്പോർട്ടിനാണ്. കാരണം ബാക്കിലൊക്കെ പിള്ളേരിക്കും, കൊണ്ടൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ അവർ മലയാളത്തിലെ ഭാഷകളൊക്കെ കിട്ടണമൊക്കെ വാങ്ങിച്ച് ഇന്നോട്ട് വൈറലാവാൻ പോയാണ്. അതും കൂടെ ശ്രദ്ധിച്ചോണം. ഇനി നോക്കിക്കൂടാ, ആ കാണുന്നത് അങ്ങറ്റമാണ് ആക്സിലേറ്റർ, നടുക്ക് കാണുന്നതാണ് ബ്രേക്ക്. ഇത് രണ്ടും ഏത് കാലാണ്? വലത് കാല്. ഓർമ്മിച്ചോണം, കാല് മാറല്. ആക്സിലേറ്ററും ബ്രേക്കും ഏത് കാലാണ്? വലത് കാല്. ക്ലച്ച് വന്നിട്ട് ഏത് കാല്? ഇടത് കാല്. ഇനി നമ്മളെപ്പോഴും ബ്രേക്കിൻ്റെ നേർക്ക് വലത് കാല് വെച്ചാൽ നമുക്ക് ചവിട്ടാൻ എളുപ്പമാണ്. കണ്ട, മാറി ചവിട്ടാൻ എളുപ്പം. ബ്രേക്കിന് കണ്ട ഇപ്പുറത്തെ ആക്സിലേറ്ററും ബ്രേക്കും ഇങ്ങനെ മാറി ചവിട്ടാൻ എളുപ്പം. എടുത്ത് എന്ത് ചെയ്യില്ല, ചവിട്ടരുത്. എന്നാൽ പവർ കൂടും. നമുക്ക് ചെറുതായിട്ട് ബ്രേക്ക് ചവിട്ടേണ്ട അടുത്ത് നമ്മളിങ്ങനെ കാലെടുത്ത് ചവിട്ടുമ്പം ഓവറായിട്ട് ബ്രേക്ക് ആയിപ്പോൾ അപ്ലൈ ചെയ്തു പോകും വണ്ടി കൊണ്ട്. അറിയില്ല, പണ്ട് നമ്മൾ സഡനായിട്ട് നിർത്തി കഴിഞ്ഞാൽ ബാക്കിലെ രായണ്ണൻ ടീമുകളൊക്കെ വരും, അവർ കുത്തി ചവിട്ടും. പിന്നെ വീണ്ടും മലയാളത്തിലെ ചെറിയ ഭാഷകൾ, ചെറിയ ലിവികളൊക്കെ കിട്ടണമൊക്കെ വാങ്ങിച്ച് പിടിച്ച് പോവാം നമുക്ക് ഒരുമിച്ച്. ശരി, ഇനി ദൂരെ നോക്കിയോ, ഞാൻ പറയണതിൽ ചവിട്ടണം. ഒരു കാരണവശാലും എവിടെ നോക്കില്ല, കളി തുടങ്ങാമല്ലോ. ഞാൻ സ്പീഡിൽ പറയും, സ്പീഡായിട്ട് ചവിട്ടിക്കണം. ശരി, വേണമെങ്കിൽ ഒരിക്കൽ കൂടെ നോക്കിയോ. അങ്ങറ്റം ആക്സിലേറ്റർ, ബ്രേക്ക്, ഇങ്ങറ്റം ക്ലച്ച്. ഓക്കെ ആണല്ലോ? ശ്വാസം വിട്ടല്ലോ? ഓക്കെ. ഇനി നോക്കല്ലേ, ബ്രേക്ക്, ആക്സിലേറ്റർ, ബ്രേക്ക്, ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ശ്വാസം വിട്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ. സാരമില്ല, കിട്ടണമൊക്കെ വാങ്ങിച്ച് പിടിച്ചാൽ മതി. ക്ലച്ച് നോക്കുന്നത് കണ്ട, ഇടയ്ക്ക് നോക്കുന്നുണ്ട്, ബ്രേക്ക് അങ്ങനെ നോക്കരുത്. ആക്സിലേറ്റർ
ബ്രേക്ക്, ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്. ഓക്കെ, ഐഡിയ മനസ്സിലായില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു, നോക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യില്ല, താഴെ ഒരിക്കലും നോക്കില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റോഡ് എന്ത് ചെയ്യും, വല്ല വാക്കിനങ്ങ് പോവും, പിന്നെ വാഴപ്പണയിൽ നിന്നൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഓർമ്മിക്കണം, നമ്മളത് കണക്കാക്കി വേണം എന്ത് ചെയ്യാൻ. ഇനി നോക്കിയോ, സുബിനയ്ക്ക് ഇതുകൊണ്ടാ ആ ഫ്ലക്സ് കാണോ, ഇതുകൊണ്ടാ ഇരിക്കുന്ന ആ ഫ്ലക്സ്, അതിലൊരു ക്ലോക്കിൻ്റെ പടം കണ്ടോ സുബിനെ? കാണല്ലോ ഒരു ക്ലോക്കിൻ്റെ പടം. അതിൽ ആ സൂചി ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കണമെന്നറിയാം, ഏതൊക്കെ പോയിന്റിലാണ് ഇരിക്കണമെന്നുണ്ടോ? 10 2 എന്ന് വെച്ചാൽ നിനക്ക് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ക്ലോക്കായിട്ട് സങ്കല്പിച്ചാൽ മതി. ക്ലോക്കല്ല, സ്റ്റിയറിംഗ് ആണ്. നീ ഒന്ന് സങ്കല്പിക്കുക. ഈ 10ഉം 2 എന്ന് പറയുന്ന സംഖ്യ ഏകദേശം എവിടെ വരും? 4 1 അവിടെ വരും. ഓക്കെ, കണ്ട 10 2 ഏകദേശം എന്ന് വെച്ചാൽ അതിൽ തന്നെ നീ പോയി നോക്കുമ്പോൾ അറിയാം. അത് നമ്മൾ പിടിക്കുമ്പോഴും എപ്പോഴും ഈ പോയിന്റിൽ, അതായത് സ്റ്റിയറിംഗിൻ്റെ ഈ 10 2 എന്ന് പറയുന്ന പോയിന്റിൽ അതേപോലെ വേണം എന്ത് ചെയ്യുക, സ്റ്റിയറിംഗിൽ കൈ വയ്ക്കാൻ. വേണമെങ്കിൽ അല്പം കൂടെ താഴ്ത്തി വയ്ക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊന്നും പിടിച്ചോളാം. റോങ് സൈഡ് എന്ത് ചെയ്യില്ല, പിടിക്കരുത്. ചിലർ താഴെ പിടിക്കും. എപ്പോഴും സ്റ്റിയറിംഗ് നമ്മൾ ആ കണക്കിന് ആ ഒരു പോയിന്റിൽ വേണം എന്ത് ചെയ്യാൻ, ഇനി നോക്കിയോ. ഇനി അടുത്ത് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ കൈ എടുത്ത് വേണം എന്ത് ചെയ്യാൻ, സ്റ്റിയറിംഗ് തിരിക്കാൻ. അതെന്താണെന്ന് പറഞ്ഞുതരാം. ചിലവർ ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോഴും കൈ സ്റ്റിയറിംഗിൽ നിന്ന് എടുക്കല്ലേ, ഒരു തെറ്റാണ്. ഞാൻ കാണിച്ചു തരാം. ഒന്ന് കറക്കുകയാണ്, കൈ എടുക്കല്ലേ സ്റ്റിയറിംഗിൽ നിന്ന്. കറക്ക് അങ്ങനെ കൈ എടുക്കല്ല്. കറക്ക്. ഇനി കറക്കാൻ പറ്റണം. കണ്ട കൈ ലോക്കായത് കണ്ട. ഇതാണ് ചിലവർക്ക് ചില വളമൊക്കെ എത്തുമ്പം കൈ സ്റ്റിയറിംഗ് എടുക്കാതെ കറക്കും. അപ്പോൾ എന്ത് ചെയ്യും, കൈ ലോക്കാവും. ഇനി തിരിച്ചിറക്ക്, അതുപോലെ തിരിച്ചിറക്ക്. അങ്ങനെ കൈ എടുത്ത് കണ്ട, അങ്ങനെ തിരിച്ച് കറക്ക്, നന്നായിട്ട് കറക്ക്. കണ്ട ഇനി പോവില്ല, അങ്ങനെ പോട്ട് മാക്സിമം കറങ്ങി. കണ്ട. അപ്പോൾ എപ്പോഴും സ്റ്റിയറിംഗ് കറക്കുമ്പോൾ കൈ എടുത്ത് വേണം എന്ത് ചെയ്യാൻ. പല മെത്തേഡിലുണ്ട്. എപ്പോഴും കൈ വെച്ച് എന്ത് ചെയ്യില്ല, കറക്കി കഴിഞ്ഞാൽ ലോക്കായി പോകും. കൈ എടുത്ത് തന്നെ എന്ത് ചെയ്യണം, കറക്കണം. ഇനി തിരിച്ചിങ്ങോട്ട് കറക്ക്. കൈ എടുത്ത് അതിന് കറക്ക് അത് തന്നെ. അങ്ങനെ കറക്ക്. പൈസ ഒന്നും കൊടുക്കണ്ട, ധൈര്യമായിട്ട് കറക്ക്. കഴിച്ചില്ല. ഓക്കെ, ശരി. ഇനി നോക്കിയോ. ഇപ്പം ഇനി സുബിന ജസ്റ്റ് തല വെളിയിലിട്ടൊന്ന് ഫ്രണ്ട് ടയർ നോക്കിയാണ്. ഇനി സ്റ്റിയറിംഗ് തിരി എന്താണ് സംഭവിക്കണം നോക്കിയോ. കണ്ട ഓർമ്മിച്ചോണം. സ്റ്റിയറിംഗ് തിരിക്കുന്ന അനുസരിച്ച് തിരിയണണ്ട. ഇനി അങ്ങോട്ട് തിരിച്ചാണ്, ഇനി പോവില്ല. മാക്സിമം തിരിഞ്ഞ് ഇനി തിരിച്ചിറക്ക്. അത് തന്നെ. കൈ എടുത്ത് അത് തന്നെ കറക്ക്. കറക്കിക്കോ. അയ്യോ ഒന്നും കഴിച്ചില്ല. എന്താ കഴിച്ചത്? എന്താണ്? നോമ്പ്. സോറി ശക്തിമാൻ, ഐ ആം ദ സോറി എളിയ. ഇനി തിരിച്ചിറക്ക്. എന്നെ ലെവലാക്കി പോയി. സ്റ്റിയറിങ്ങിനെ റെഡിയാക്കി പോയി. ഓക്കെ ആണെന്ന് നോക്ക്, ടയർ സ്ട്രൈറ്റ് ആണെന്ന്. കണ്ടോ? ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നമ്മൾ ടയർ നേരെയാക്കിയത് എങ്ങനെയാണ്? തല വെളിയിലിട്ട് നോക്കിയാണ് ചെയ്തത്. നമ്മൾ റോഡ് ഓടിക്കുമ്പോൾ അങ്ങനെ പറ്റുമോ? എന്ത് പറ്റും? തല വെളിയിട്ട് കഴിഞ്ഞാൽ അറിയില്ല, പറയില്ല, വണ്ടിക്കാരൻ്റെ കൂടെ അങ്ങ് പോവാം. തല അറിഞ്ഞണം. അബദ്ധമൊന്നും എന്തില്ലേ കാണിക്കില്ല. അപ്പോൾ എങ്ങനെ അറിയും ഇതേപോലെ സ്ട്രൈറ്റ് ആണെന്ന് എങ്ങനെ അറിയും? സ്റ്റിയറിംഗ് നോക്കി. പുതിയ ഐഡിയ ആണ്. കണ്ടോ? സ്റ്റിയറിംഗ് നോക്കി. ഇപ്പോൾ നോക്കിയോ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പം നോക്ക്. വരട്ടെ, പുതിയ ഐഡിയ. ആ ക്ലച്ച് നോക്കി മനസ്സിലാക്കും. ഭയങ്കരം തന്നെ മാമോ. ഇനി നോക്കിയോ. ഇപ്പം നീ പറഞ്ഞ് സ്റ്റിയറിംഗ് നോക്കിയെന്ന്. ഇപ്പം ഇതിൽ ചിലർ ഇങ്ങനെ കാണാപ്പാടം പഠിക്കും. ഇങ്ങനെയാണ് സുബിന. ഇപ്പം വിചാരിക്കും ഇപ്പോൾ ടയർ സ്ട്രൈറ്റ് ആണ്, ഓക്കെയാണ്. ഇത് നോക്കി വെച്ച് ഇനി സുബിന ഒരു റൗണ്ട് കറക്കിയാണ് ഫുള്ള് വലത്തോട്ട്. കറക്ക്, എങ്ങോട്ടെങ്കിലും കറക്ക്. മതി അങ്ങനെ വെച്ചോ. ഇനി നോക്കി നോക്ക്, നേരത്തെ ഇരുന്ന പോയിന്റ് പോലെ വന്നില്ലേ? പക്ഷേ ഇപ്പോൾ ടയർ അങ്ങനെ ആയിരുന്നു. തല വെളിയിട്ട് നോക്കണ്ട. അപ്പം നമുക്കൊരിക്കലും സ്റ്റിയറിംഗ് നോക്കി ചിലവർ അത് കിട്ടൂല, എപ്പോഴും കിട്ടൂല. അപ്പോൾ ഓർമ്മിച്ചോണം, നമ്മൾ വണ്ടി അനക്കി നോക്കണം, മൂവ് ചെയ്ത് നോക്കണം. ഈ വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നീക്കി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? ഏത് ഡയറക്ഷനിലോട്ട് പോകും? തല വെളിയിട്ട് നോക്ക്, എങ്ങോട്ട് പോകും? ഇടത്തോട്ട്. കണ്ട? അപ്പോഴും മനസ്സിലാക്കിക്കണം, ടയർ നേരെയല്ല, ഇടത്തോട്ടാണ് ഇരിക്കുന്നത്. ഉടനെ എന്ത് ചെയ്യണം? തിരിച്ച് കറക്കി എടുക്കണം. അങ്ങനെ വണ്ടി എപ്പോഴും മൂവ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, എടുക്കുക. എങ്കിലേ അറിയാൻ പറ്റും. ചില മിക്കവരും പറ്റുന്ന അബദ്ധം എന്ന് പറയാം, സ്റ്റിയറിംഗിൽ നോക്കി എന്ത് ചെയ്യും, കറക്കും. അങ്ങനെ കറക്കി എത്തിയിട്ട് ഫ്രണ്ട് നോക്കി വേണം എന്ത് ചെയ്യാൻ, കറക്കാൻ. ഇല്ലെങ്കിൽ കണ്ട മനസ്സിലായ, എപ്പോഴും ഫ്രണ്ട് നോക്കി കറക്കിയില്ലെങ്കിൽ തെക്ക് വടക്ക് വല്ലതും പോകും. അതാണ് പറ്റണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ യൂട്ടേണൊക്കെ എടുത്ത് വരുമ്പം സ്റ്റിയറിംഗിൽ കാണാപ്പാടെ 2 റൗണ്ട് ഇങ്ങനെ കറക്കി വയ്ക്കും. അവസാനം 2ഉം ഇല്ല 4ഉം ഇല്ല, കുറേ അങ്ങ് കറക്കും. വല്ല വിളക്കി അത് പോവേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നോക്കണം ഫ്രണ്ട്. നമ്മൾ കറക്റ്റ് ആ നേരെ എത്തണ പോയിന്റിൽ തന്നെ തിരിച്ചെന്ത് ചെയ്യണം, നൂത്തെടുത്തണം. ഓക്കെ ആണല്ലേ? ഐഡിയ മനസ്സിലായല്ലോ? ശരി, ഒരിക്കൽ കൂടെ ലെഫ്റ്റിലോട്ട് കറക്ക്. നോക്കട്ടെ, നമുക്ക് ഇടത്തോട്ട് പോകണം. ഇടതും വലത്. ഇതാണ് ഇനി അടുത്ത മെത്തേഡ്. കണ്ട? ഈശ്വരാ, അബദ്ധമൊന്നും കാണിച്ചോളയിൽ. ഇടത്തോട്ട്. ഓക്കെ, ഇനി വലത്തോട്ട് കറക്കണമെങ്കിൽ ഇപ്പം വലത്തോട്ട് കറക്കണമെങ്കിൽ അയ്യോ ഈശ്വരാ, ഇംഗ്ലീഷ് മീഡിയമാണോ? റൈറ്റ്. അങ്ങനെ എന്തില്ല ഞാൻ പറഞ്ഞു. അപ്പോൾ ഓർമ്മിച്ചണം, നമ്മൾ വളവ് നോക്കുക. കറക്റ്റ് എങ്ങോട്ടാണ് നമുക്ക് വലത്തോട്ടാണ് പോകണമെങ്കിൽ എങ്ങോട്ട് തിരിക്കും? വലത്തോട്ട്. അത് തന്നെ. ഇടത്തോട്ടാണ് പോകണമെങ്കിൽ സ്റ്റിയറിങ്ങിന് എങ്ങോട്ട് തിരിക്കും? അത് തിരിഞ്ഞു പോകില്ല.
ചിലവർക്കൊക്കെ അറിയാതെ അബദ്ധത്തിൽ പറ്റും. അവിടെ ചെല്ലുമ്പോൾ കൺഫ്യൂഷനാണ്, അയ്യോ എങ്ങോട്ട്, ഇടത്തോട്ടാണ് പുല്ല്, വലത്തോട്ടാണ്, അവസാനം ഇടതുമില്ല വലതുമില്ല, അങ്ങനെയൊക്കെ റോങ് സൈഡ് കറക്കി എന്ത് സംഭവിക്കും പറഞ്ഞാൽ എന്ത് പറ്റും? വീണ്ടും മറ്റേ ഭാഷ അറിയില്ല, മലയാളത്തിലെ ചെറിയ ചെറിയ ഭാഷകൾ, കുഞ്ഞു കുഞ്ഞു ലിപികൾ, നോമ്പാണ്, കിട്ടണമൊക്കെ സന്തോഷത്തോടെ വാങ്ങിച്ച് പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ഇനി നോക്കിയോ, അപ്പോൾ ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാൽ മതി. ഇനി നോക്കിയോ, അവിടെ ഒരു കളിയുണ്ട്. ഇനി ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേ നല്ല വളവ് നോക്കിയോ, നല്ല സ്പീഡിലാണ് പോകണമെങ്കിൽ നമ്മൾ ആ സ്റ്റിയറിങ് എങ്ങനെ കറക്കണം, അതേ സ്പീഡിൽ എന്ത് ചെയ്യണം, കറക്കുകയും വേണം, തിരിച്ച് നൂത്തെടുക്കുകയും വേണം. നമ്മൾ അവിടെ ചവിട്ടും പോലെ ഇരിക്കും. നീ നല്ല സ്പീഡിലാണ് പോകണമെങ്കിൽ ആക്സിലേറ്റർ അതേപോലെ കൊടുക്കുന്ന അനുസരിച്ച് ഇവിടെ സ്റ്റിയറിങ് എന്ത് ചെയ്യണം, കറക്കി എടുക്കാൻ പഠിച്ചോണം. ചിലവർക്ക് അതാണ് ടൈമിങ് തെറ്റും. ചിലവർ നല്ല സ്പീഡ് കൊടുക്കുക, ഇവിടെ കറക്കട എങ്ങനെ പതുക്കെ കറക്കും, തെറ്റും. ചിലവരാണെങ്കിലോ നല്ല സ്പീഡിൽ കറക്കുക, വണ്ടി പതുക്കെ പോകും. അത് രണ്ട് റോങ് ആണ്. നീ പോകുന്ന സ്പീഡ് അനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യണം, സ്റ്റിയറിങ് കറക്കി എടുക്കാൻ പഠിച്ചോണം. അത്രേ ഉള്ളൂ, അതാണ് അതിൻ്റെ കളി. അത് നിനക്ക് ഓടി വരുമ്പോൾ എന്ത് ചെയ്യും, കിട്ടിക്കോളും. ഇനി നോക്കി ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഏതാണ്, ജസ്റ്റ് ഗസ് അടി. നമുക്ക് വീട്ടിൽ കാറൊക്കെ ഉള്ളതല്ലേ, അയ്യോ അത് തന്നെ. ഇനി ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ഇടുന്നത്, വീണ്ടും കണ്ടാ, ഓക്കെ കറക്റ്റാണ് ചെയ്ത, മുകളിലോട്ടാണ്. ഇനി താഴോട്ടാക്ക്, വീണ്ടും താഴോട്ടാക്ക്, കണ്ട ഓർമ്മിച്ചോണം, കണ്ട മൊത്തം 3 കണ്ട. നടുക്കാണെന്ന് തോന്നുന്നു ഓഫ് ചെയ്യണത്, താഴോട്ടാക്കി എന്താണ് റൈറ്റ് ഇൻഡിക്കേറ്റർ, മുകളിലോട്ടാണെങ്കിൽ ലെഫ്റ്റ്, നടുക്ക് വരുമ്പോൾ എന്താണ് ഓഫാവും. ഇനി അതുപോലെ ഒരു ഇപ്പുറത്ത് കണ്ട, അതാണ് എന്തിൻ്റെയാണ്, വൈപ്പർ. മഴയൊക്കെ വീണ സമയത്ത്, അത് മഴയത്തൊക്കെ എന്തായിരുന്നാലും ഉപയോഗിക്കും. ഇത് പഴയ മോഡലാണ് ഈ വണ്ടി, എന്ന് വെച്ചാൽ കറക്കണയാണ്. ഇപ്പോഴത്തെ വണ്ടിക്കൊക്കെ നമ്മൾ തട്ടി 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 നമ്മൾ ഇൻഡിക്കേറ്റർ ഇടും പോലെ തന്നെ താഴോട്ട് ഇങ്ങനെ വരും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ക്ലച്ചും ഗിയറൊക്കെ പറഞ്ഞുതരാം, അത് 2-3 ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞുതരാം. പിന്നെ നമ്മളെ വണ്ടിയിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ ഉപയോഗം അറിയാമല്ലോ. എന്താണ്, എവിടെയെങ്കിലും നിർത്തിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും, ഉരുണ്ട് പോയില്ലേ. പണ്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, കല്ലൊക്കെ വയ്ക്കും. ഇപ്പോൾ അതൊന്നും വേണ്ട. ഹാൻഡ് ദൂരെ നോക്ക്, ഞാൻ പറയണ ഇത്രയും കാര്യങ്ങൾ സ്പീഡായിട്ട് പറയും, എല്ലാം ചെയ്യണം. കളി തുടങ്ങാമല്ലോ. ബ്രേക്ക്, നോക്കി ഈശ്വര കണ്ട, നോക്കിയണ്ട കണ്ട, അതാണ് അതിൻ്റെ കളി. കണ്ട, മനസ്സിലായില്ലേ? ഇതെല്ലാം മനസ്സിൽ വരണം. കളി ഞാൻ പലതും പറയും, നീ അതെല്ലാം കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ ആണല്ലോ, ശരി. ദൂരെ നോക്കിയല്ലോ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ്, എങ്ങോട്ട് ലെഫ്റ്റാണ് പറഞ്ഞത്, കണ്ട തെറ്റിച്ചണ്ട. അപ്പോൾ നമ്മളെ മനസ്സിൽ വരണം, ഇൻഡിക്കേറ്റർ എവിടെ, വൈപ്പറിൻ്റെ സ്വിച്ച് എവിടെ, അല്ലെങ്കിൽ നമ്മൾ റൈറ്റിലോട്ട് തിരിക്കണം, ഗിയർ, ക്ലച്ച്, ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ശ്രദ്ധ പോയാൽ മതി, വണ്ടി എന്ത് ചെയ്യും, പോവും. വണ്ടി വല്ല വിളയിലും പോവും. പിന്നെ അറിയില്ല, വീണ്ടും മറ്റേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മനസ്സിൽ വെച്ചാൽ മതി. ലിപികളും ഭാഷകളൊക്കെ കേൾക്കും, കിട്ടി തന്നെ എല്ലാവരും പഠിക്കുന്നത്. ആരും ഇത് കിട്ടാതെ പഠിച്ചിട്ടില്ല, എല്ലാവരും കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഒരു ദൂരെ നോക്കിയില്ല, ഞാൻ സ്പീഡിൽ പറയാം. ക്ലച്ച് ഔട്ട്, ബ്രേക്ക്, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. നമുക്കിന്ന് പോകണ്ടേ, അങ്ങനെയല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇട്ട് റോങ് ആണ്. സംഭവം ലൈറ്റിൻ്റെ ഇതാണ് ഇട്ടത്. എന്ന് വെച്ചാൽ ലൈറ്റ് പറഞ്ഞുതരാം. നമ്മൾ ആ സ്വിച്ച് ഉണ്ടല്ലോ, ആ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, അത് ചിലവർ അങ്ങ് എൻഡിൽ ജസ്റ്റ് ഒന്ന് പിടിച്ച് കറക്കി വെക്കും, കണ്ടോ, അതാണ് ലൈറ്റിൻ്റെ സ്വിച്ച്. ഓർമ്മിച്ചോണം കേട്ടോ. നമ്മൾ പകലിൽ ഇടില്ല, രാത്രിയൊക്കെ ഓട്ടിക്കുമ്പം. ഇനി അതുപോലെ തിരിച്ചിറക്ക്, കണ്ടോ, താഴോട്ടും മുകളിലോട്ടും വേണം എന്ത് ചെയ്യാൻ. അങ്ങനെ പതുക്കെ താഴോട്ട്, കണ്ടോ. ഇനി ഓഫ് ചെയ്തേ, കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ തട്ടുക, നടുക്കുക, വീണ്ടും. അപ്പോൾ ഇങ്ങനെ ആക്കി കളയില്ല, എങ്ങനെ നമ്മൾ നേരത്തെ ഈ കാണിച്ചു അല്ലാതെ ഇങ്ങനെ ആക്കി കളയില്ല, ഇങ്ങനെ ഓർമ്മിച്ചോണം. ദൂരെ നോക്ക്, ഞാൻ പറയാനുള്ള ഒരിക്കൽ കൂടെ. കളി തുടങ്ങാമല്ലോ. ശ്വാസം ഇട്, ഇടത്തോട്ട് തിരിച്ച് സ്റ്റിയറിങ്. എന്നെ നോക്കരുത്, ചെയ്യ്, കറക്റ്റാണ്. ഇനി തിരിച്ച് അതുപോലെ നൂത്തേ, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. നോക്കണ്, ഇപ്പോൾ ഏതിട്ട റൈറ്റാണ്, കണ്ട, മനസ്സിലായ? വേറെ ഒന്നുമില്ല, ഇത് ചുമ്മാ ഇട്ടപ്പോൾ കണ്ട ഐഡിയ മനസ്സിലായല്ലോ. നമുക്ക് വണ്ടിയെ കുറിച്ച് ഒരു ഐഡിയ വരണം, ഏതാണ് എവിടെയാണ് ഇൻഡിക്കേറ്റർ, അങ്ങനെ. ഇതൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണ് ശരിക്കും ആ സമയത്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം നിർത്തിയല്ല നമ്മൾ ചെയ്യണം. നമ്മളെല്ലാം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിൽ വരണം. ഇൻഡിക്കേറ്റർ എവിടെ, പിന്നെ മഴ പെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ഗിയർ മാറണം, ക്ലച്ച് ഔട്ടണം, ഇതെല്ലാം നിൻ്റെ മനസ്സിൽ എന്ത് ചെയ്യണം, ഇത്ര സെക്കൻഡിനകത്ത് വരണം. വന്നില്ലെങ്കിൽ എന്ത് തെറ്റും, വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ശശിയണ്ണനെ രായണ്ണനൊക്കെ വിളിക്കേണ്ടി വരും. അബദ്ധമൊന്നും എന്ത് ചെയ്യില്ല, കാണിക്കരുത്. ഇനി ഞാൻ വേറെ കാര്യം, നടുക്കാണ്, നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ നടുക്കാണ് എന്തെന്ന് ഹോൺ, നമ്മൾ ഹോൺ അടിക്കുന്നത്. എവിടെ ജസ്റ്റ് പ്രസ് ചെയ്താലും എന്ത് ചെയ്യും, ഹോണാക്കി. ഇത് ഡെമോയാണ്. ഒരിക്കൽ കൂടെ, ലാസ്റ്റ് ഒരിക്കൽ കൂടെ തുടങ്ങാമല്ലോ. ശ്വാസം വിട്ടല്ലോ. ബ്രേക്ക്, ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്, സ്റ്റിയറിങ് റൈറ്റിലോട്ട് തിരിച്ച് നോത്തട്, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഓഫ് ചെയ്തേ. ഓക്കെ ആണല്ലോ. ഇനി സീറ്റിനെ പതുക്കെ ബാക്കിലോട്ട് നീക്കി വെച്ച്
സ്റ്റിയറിങ്ങിൽ ഒരു സപ്പോർട്ട് ചെയ്തണം കേട്ടോ. നമ്മൾ എപ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ബാക്കിലൊക്കെ ആളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നീക്കുമ്പോൾ കൊണ്ടിടിക്കരുത്. അതുകൊണ്ടാണ് സ്റ്റിയറിങ്ങിൽ ഒരു കൈ സപ്പോർട്ട് ചെയ്തണം. എങ്ങനെ വെച്ച് വേണം എന്ത് ചെയ്യാൻ ഇറങ്ങാം. ഇനി ചാടി ഇറങ്ങിക്കോ.